അതെ, ഗാന്ധി വിരുദ്ധ എന്ന് പറഞ്ഞ വാക്കിനോട് എനിക്ക് യാതൊരു ബഹുമാനവും ഇല്ല. ഗാന്ധിജി ആരായിരുന്നു എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. ഞാൻ ഗാന്ധിജിയുടെ ആരാധകനല്ല. പക്ഷേ രാഷ്ട്രപിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. അതിന് വിഷമിക്കേണ്ട കാര്യമില്ല. അതിന് വിഷമമുള്ളവർ അങ്ങ് സഹിച്ചുകൊണ്ടാൽ മതി. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരം ഇല്ലായിരുന്നെങ്കിൽ ഒരു 2947 പേരെ 1935 മുമ്പ് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ബ്രിട്ടീഷുകാരൻ ചവച്ച് കുത്തി ഒന്നുമില്ലാതാക്കി വെച്ച് ഇട്ടേച്ച് പോകാൻ തുടങ്ങിയതാ. അപ്പൊ ഈ സമരം തുടങ്ങിയിട്ട് ഇട്ടേച്ച് പോകത്തില്ലാതെ അവരോട് നിന്നതാ. അല്ലെ നേരത്തെ അവൻ പൊക്കോട്ടെ. അതുകൊണ്ട് ഗാന്ധിജിയുടെ മഹത്വം ഒന്നും പറഞ്ഞേ പേടിപ്പിക്കണ്ട. പിന്നെ നമ്മുടെ ഭരണഘടന അനുസരിച്ച് രാഷ്ട്രപിതാവിടെ അദ്ദേഹത്തെ നിശ്ചയിച്ച സാഹചര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അത്രേ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ സ്ഥാനാർത്ഥിയാകാൻ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടാൽ യാതൊരു സംശയമില്ല, പൂഞ്ഞാറ്റിൽ നിൽക്കും. പൂഞ്ഞാറ്റിൽ നിന്ന് MLA ആയിട്ട് നിയമസഭയ്ക്കകത്തേക്ക് നമുക്ക് കാണാം. പണ്ടെങ്ങാണ്ട് ഞാൻ പറഞ്ഞ കാര്യമാണ് ഗാന്ധിജി. അത് ചോദിച്ചുകൊണ്ട് ഇപ്പൊ പറഞ്ഞെങ്കിൽ വേറെ ഒന്നും എന്നെപ്പറ്റി പറയാനില്ലെന്നില്ല അതിനർത്ഥം. ഇവന്മാർ ഈ വിവരം കെട്ടവന്മാർക്ക് എന്ന് വിവരം ഉണ്ടാവും. ഞാൻ അങ്ങനെ ഇത് ഉമ്മാക്കി കാണിച്ചാൽ പേടിച്ചു കൊടുക്കുന്നവനല്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഈ പൊട്ടന്മാർ ഇത് പറയാതിരിക്കണ്ടേ? അതായി പറഞ്ഞു തന്നമാരെ എനിക്കറിയാം. ഇപ്പോ അത് കൂടുതൽ പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല. ഞാൻ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. എനിക്കിതെന്ത് ഒരു ഭയവും ഇല്ല. ഗാന്ധിജിയെ പറ്റി വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രപിതാവിനെ പറ്റി ഞാനൊരു സംശയം ചോദിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട്. രാഷ്ട്രപിതാവ് ഗാന്ധിജി, ഈ രാഷ്ട്രമാതാവാരാ? എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അറിയാവോ? രാഷ്ട്രമാതാവ് വേണമല്ലോ. രാഷ്ട്രപിതാവ് PSC ചോദിച്ച പോലെ തന്നെ ചോദ്യമാണ്. രാഷ്ട്രപിതാവ് സമ്മതിച്ച്, രാഷ്ട്രമാതാവാരാ? അതൊക്കെ ഒന്ന് പറയണ്ടേ? ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ഭരിക്കാൻ വരുന്നവർ അവരുടെ അധികാരം ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെല്ലാം നമ്മൾ മനസ്സാക്കി അയച്ച് വിമർശിക്കാൻ പോകുന്നു എന്നുള്ളത്, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല എന്ന് ബഹുമാനപ്പെട്ട സുഹൃത്ത് അറിയുക. ഓക്കെ.